പുറത്ത് കറങ്ങാൻ പോയിട്ട് ഡിന്നർ പുറത്തുനിന്ന് കഴിച്ചാലോ? നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇപ്പൊ ഇതാ വാവക്കുട്ടി സ്കൂളിലേക്ക് പോയി തിരിച്ചു വന്നിരിക്കുകയാണ്. കുട്ടികൾ അങ്ങനെ തന്നെയാണ്. 4 കുട്ടികളാണെങ്കിൽ 4 വർത്താനമ്പൊക്കെ പറയും. അപ്പൊ ആരെന്നെ കളിപ്പിക്കുന്ന കുഞ്ഞണീനെ വരുന്ന വഴിക്ക് വരണേ, ഞാൻ കപ്പിടാൻ മുട്ടുന്നുണ്ട്. എന്നാ പോയി ഓടിക്കാം. ഞാൻ കരുതി അവിടെ നിന്ന് എത്തില്ല, അതിന് മുമ്പ് പോകുന്നത്. അയ്യോ പോയാ? ഇല്ലേ, പോയില്ലല്ലോ. സ്കൂളിൽ അപ്പിടാൻ വേണ്ടിട്ട് പറഞ്ഞപ്പോ ടീച്ചർമാര് സമ്മതിച്ചില്ല. അവിടെ പോയിരിക്കായിരുന്നു അത്ര. എന്താ കാര്യം എന്നറിയോ? ഇവിടെ അപ്പിടാൻ പോവാണെന്ന് പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായിട്ടില്ല. ആ കുട്ടി രണ്ടിന് പോണെന്ന് പറയണോ? അപ്പൊ പിന്നെ ഏത് നാട്ടുകാർക്കായാലും മനസ്സിലാവും. ഓക്കെ, രണ്ടിന് പോണാലേ മനസ്സിലാവും. അതൊക്കെ തമിഴാണ്. തമിഴ് പേർക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളൊക്കെ മലയാളാണ്, സ്കൂളിലാക്കാടൊക്കെ തമിഴാണ്. തമിഴ്ക്ക് അപ്പോ ഇന്നത്തെ ഡിന്നർ പുറത്തു പോയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. വീട്ടിൽ തന്നെ അല്ലേ നമ്മളിന്നും കഴിക്കുന്നത്, ഒരു ചേഞ്ച് ആവട്ടെ അല്ലടാ. വാവക്കുട്ടിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, നമുക്ക് പറയാം. സുത്തുമണി, നമുക്ക് പുറത്ത് കറങ്ങാൻ പോയിട്ട് ഡിന്നർ പുറത്തുനിന്ന് കഴിച്ചാലോ? ജോലി ഞാനപ്പ നല്ല സെറ്റ് ഇറങ്ങി വിടുകയാണ്. അവൾക്കറിയേ നമ്മള് ഡ്രസ്സൊക്കെ ഇട്ട് നിക്കണണ്ടപ്പോ തന്നെ അവൾക്ക് ഉറപ്പുണ്ട് ഇത് പുറത്ത് കറങ്ങാൻ പോവാണെന്നുള്ളത്. ഹാപ്പി ആയോ? കറങ്ങില്ലേ ഏതില് കറങ്ങണ്ടേ? കറങ്ങണോ? എവിടേക്കൊക്കെ പോയി കറങ്ങാന്ന് വിചാരിച്ചു ബാബ. അമ്മ പറഞ്ഞില്ലേ കറങ്ങാൻ പോകുന്നത്. ഇത് പോയി കഴിക്കണ കറങ്ങാനില്ലല്ലേ അല്ലേ? നമുക്ക് ഈ സാറ്റർഡേ പോയിട്ട് സാറ്റർഡേ അല്ലേ സൺഡേ എവിടേക്കും കറങ്ങാൻ പോവാ. അവള് പാർക്ക് പോവാന്നിരിക്കുകയാണ്. പോവാ. മഞ്ഞയും ബിരിയാണിയും കൂടി കൂട്ടി കഴിച്ചപ്പോ നല്ല രസമുണ്ട്. അങ്ങനെ കഴിച്ചിട്ടാക്കാം. എന്താ അമ്മ നന്നായിട്ടുണ്ടോ? സൂപ്പറായിട്ടുണ്ട്. എന്റെ പേരും പറയുന്നേ. ബാബ വ്ളോഗ് എടുക്കല്ലേ, സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ 8 മണി ആവാറായപ്പോഴേക്കും ഞങ്ങളിതാ ഡിന്നറൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. പാവക്കുട്ടി ഇതാ ഉറക്കം തൂങ്ങുക അത്ര, ഉറക്കം വരിക അത്ര. അതിന് അയച്ചോടാ. ഇയാൾക്കൊന്ന് ട്യൂഷൻ ഇല്ലടാ? ആ കുട്ടി വരില്ല അല്ലേ? ഓൺലൈനാ എടുക്കണേ? കൊള്ളാട്ടെ ഹെയർ സ്റ്റൈല്. ഹോംവർക്ക് ഉണ്ട്. എന്താ ഇതിനൊരു കുഴപ്പം? എനിക്ക് നല്ല സ്റ്റൈൽ, നല്ലൊരു ഫ്രീ ഹെയർ സ്റ്റൈലായിട്ട് എനിക്ക് തോന്നി, നൈസായിട്ട്. നിങ്ങൾ കഴിച്ചോ? ഞാൻ കഴിച്ചു. നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനൊരു മുട്ടയും 2 പഴം കഴിച്ചു. ആകെ അതിൽ 2 ഉണ്ടായിരുന്നു, അതിൽ 1 ഞാൻ പെട്ടു. അല്ല നിങ്ങൾക്ക് എന്ത് മുട്ടയോ? അത് കുഴപ്പമില്ല, അത് കൊണ്ടുവരാം. അല്ല നിങ്ങൾക്ക് ബിരിയാണി തരട്ടെ? എനിക്ക് വേണ്ട, ഇനി ബിരിയാണിക്ക് ഇഷ്ടമില്ലായിരുന്നില്ലേ. പിന്നെ എന്നാ ചിക്കൻ തരട്ടെ? ചിക്കൻ ഉണ്ടോ? അത് വേറെ പോക്കാൻ എന്നാ വാ, ഇവിടെ പുറത്തോട്ട് ഇറങ്ങി. വരില്ല വിചാരിച്ചു. എപ്പോഴാ? 8 മണി 9 മണിയാ. അല്ല ട്യൂഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് പോകുന്നു ഞങ്ങള് നേരത്തെ. ട്യൂഷൻ എവിടെ? ഇനി ഇന്റർനെറ്റ് കൂടെ ഓൺലൈനായിട്ട് എടുക്കും. ഇത് ചിക്കൻ, ഇത് ബിരിയാണിയുടെ ചോറാണ്, ഇത് ചിക്കനാണ്. വെള്ള മയണൈസ്, ആ സാധനം എനിക്ക് വലിയ നല്ല ഇഷ്ടമാണ്. അത് കഴിയും ചെയ്തു. അവർ രണ്ടാമത് പാക്ക് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ തന്നിട്ടുമില്ല എന്നുണ്ട്. വാവക്കുട്ടിയുടെ ഹോംവർക്ക് നടക്കുന്നുണ്ട്, അമ്മുവിന്റെ ഓൺലൈൻ ട്യൂഷനും നടക്കുന്നുണ്ട്. സെക്കൻഡ് ചാപ്റ്റർ പാപ്പോ 1 words வந்து நீ படிச்சுப்ப தானே. 1 words நான் ஹிண்ட் கொடுக்கணுமா இல்லை நீயே படிச்சுப்பியா? കാണാനുള്ള കാട്ടില്ലു.
കണ്ണ് തട്ടില്ലേ? അച്ഛന്റെ കണ്ണ് തട്ടില്ലേ എങ്ങനെയൊക്കെ ചെയ്താല്? ഇത് കണ്ണാടിയും മടി കൊണ്ടടാ. കണ്ണാടിന്റെ അടി കൊണ്ടോ അപ്പഴാണ് കമ്പ്യൂട്ടർ കാണാതിരിച്ചു. കമ്പ്യൂട്ടർ അടുത്തേക്ക് അതെടുത്തേക്ക് അച്ഛന്റെ കണ്ണ് തട്ടും. അക്ക അച്ഛൻ പോയി കണ്ണട വെച്ചില്ലെങ്കിൽ അച്ഛന്റെ കണ്ണ് പോയിട്ടുണ്ടാവില്ലേ? മുറിയായിട്ട് ചോര വന്നിട്ടുണ്ടാവില്ലേ? അപ്പൊ അങ്ങനെ ചെയ്യരുത് കേട്ടോ. ശരിക്കും പിടിക്ക്, കൈ നോക്കാതെ കൂടി. ഇത് എന്തുകൂടിയാ കഴിക്കാൻ പോണേ? പഴം ഉണ്ടല്ലോ, അല്ലെങ്കിൽ പൊടി കൂടാലോ. അതല്ലടാ, ഇത് ഡെയിലി തേക്കണോ ഷാമ്പു? ഇത് തല കുളിക്കുന്ന ദിവസം രാവിലെ അന്ന് വേണ്ടത്രേ, ബാക്കിയുള്ള ദിവസമൊക്കെ തേക്കണം. ഓ, അങ്ങനെ എത്ര കാലം തേക്കണം അത്ര മുടി വളരാൻ? 3 to 6 months എന്നാണ് ഗ്യാരണ്ടി തന്നിരുന്നത്. അപ്പോഴേക്കും എല്ലാവർക്കും ആയിട്ടുണ്ട്. ഓ കറുപ്പാവുന്നു മെയിന്. ഓ, മുടി കൊഴിച്ചാൽ 1 month സ്റ്റോപ്പ് ആവൂത്രേ. ഉള്ളു കൂടുവോ? ആ, വളരും, മുടി കൊഴിച്ചാൽ നിൽക്കും. എന്താ കണ്ണിൽ വെച്ച് തേച്ചോ? അങ്ങനെ എന്തോ ആയി, എന്താന്ന് അതാ കംഫർട്ടബിൾ അല്ല, ഞാൻ എടുക്കല്ലേ. ഇല്ല ഇല്ല, കണ്ണ് ഒരുമാതിരി ഉണ്ട്. ആ ഓക്കെ. അങ്ങനെ ഔട്ടിങ്ങും ഡിന്നറൊക്കെ കഴിഞ്ഞതാ നമ്മുടെ കമ്പ്യൂട്ടർ റൂമിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഈ വ്ളോഗ് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. വ്ളോഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്. നിങ്ങളിൽ ആരെങ്കിലും ഔട്ടിങ്ങിന് പോയിട്ടുണ്ടോ? ഇന്ന് പുറത്ത് പോയി കഴിച്ചവരുണ്ടോ? കമൻറ്റ് ചെയ്യുന്നുണ്ടോ? ബായ്.